പുറങ്കരയിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കെയിന്റെ പറമ്പത്ത് മനോജൻ CPIM-നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ ലതിക മനോജിനെ രക്തഹാരം നൽകിയും പാർട്ടി പതാക ഏൽപ്പിച്ചുകൊണ്ടും പാർട്ടിയിലേക്ക് വരവേറ്റു. കോൺഗ്രസിന്റെ നയസമീപനത്തിലും നേതാക്കളുടെ ധിക്കാരപരമായ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിവെച്ച് CPIM-നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ ലതിക മനോജിനെ രക്തഹാരം നൽകിയും പാർട്ടി പതാക ഏൽപ്പിച്ചുകൊണ്ടും ജനപക്ഷത്തേക്ക് വരവേറ്റു. സ്വീകരണ പരിപാടിയിൽ PK രഞ്ജീഷ് സ്വാഗതം പറഞ്ഞു. LC സെക്രട്ടറി KC പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. AC സെക്രട്ടറി TP ഗോപാലൻ മാസ്റ്റർ, KP ബിന്ദു, PM ലീന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരാൻ തീരുമാനിച്ചത് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഞ്ചിയം രക്തസാക്ഷികൾ ദിനം നടക്കുന്ന അല്ലെങ്കിൽ ആ 78 വർഷങ്ങൾക്കപ്പുറം പാർട്ടി ഇത്രയേറെ വേരോട്ടമുള്ള ഒരു പാർട്ടിയായിരുന്നില്ല. പക്ഷേ സകല മനുഷ്യൻ്റെയും വേദനകൾ തങ്ങളുടെ വേദനകളായി മനസ്സിലേറ്റുവാങ്ങുകയും അതില്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ധീരരായിട്ടുള്ള ഒരുപാട് സഖാക്കൾ, ആ സഖാക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വസൂരി വന്ന ആളുകളെ തിരിഞ്ഞു നോക്കാനും വെള്ളം കൊടുക്കാനും ആളില്ലാത്ത കാലത്ത് തൻ്റെ മരണത്തെക്കാൾ ഉപരിയാണ് ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് എന്ന് കരുതി അവർക്ക് വെള്ളം കൊടുക്കാനും, കോളറ നാടിലാകെ പടർന്നു പിടിച്ചപ്പോൾ കോളറക്ക് മരുന്ന് പോലും ഇല്ലാത്തൊരു കാലത്ത് അത്തരം മനുഷ്യരെ വെള്ളം കൊടുക്കാനില്ല എന്ന് മാത്രമല്ല സംസ്കരിക്കാൻ പോലും മനുഷ്യനില്ലാത്ത കാലത്ത് അവരെ വെള്ളം കൊടുക്കാനും സംസ്കരിക്കാനും ഇത് മനുഷ്യരാണ് എന്ന ബോധ്യത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം, അതിൻ്റെ ആശയപ്രചരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊപ്പം അതിൻ്റെ മനുഷ്യ നന്മപൂർണ്ണമായ പ്രവർത്തനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വേരോട്ടമുള്ള ഒരു പാർട്ടിയായി നമ്മുടെ സമൂഹത്തിൽ വളരാൻ കാരണം.